ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കെ മുരളീധരൻ തൃശൂരിൽ, വടകരയിൽ ഷാഫി പറമ്പിൽ, കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ. ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് എംപിമാർ. കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയായി. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നിന്നും കൂടുതൽ പേർ ബി.ജെ.പിയിലെത്തുമെന്ന് പത്മജ വേണുഗോപാൽ. 3 കൊല്ലം മുൻപേ പാർട്ടി വിട്ട് കേരളത്തിൽ നിന്ന് പോയാലോ എന്ന് ആലോചിച്ചതാണെന്നും പ്രതികരണം. തിരുവനന്തപുരത്ത് പത്മജയെ സ്വീകരിച്ച് പ്രവർത്തകർ. കെ മുരളീധരൻ വന്നാൽ മത്സരം കുറച്ചുകൂടി ഗംഭീരമാകുമെന്ന് തൃശൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങൾ. വോട്ടർമാരെ മാത്രമേ താൻ കാണുന്നുള്ളൂ എന്നും പ്രതികരണം. പത്മജിയുടെ ബി.ജെ.പി പ്രവേശനം കോൺഗ്രസ് നേതൃത്വത്തിനുള്ള പാഠമാണെന്ന വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡയറ്റിന് വേണ്ടി പട്ടിണി കിടന്നതല്ലാതെ അവർ ഒരു നിരാഹാര സമരം പോലും നടത്തിയിട്ടില്ലെന്ന് വിമർശനം. കെ മുരളീധരൻ അവസരവാദിയെന്നും പറയുന്നത് ഗൗരവത്തോടെ കാണണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അഴിമതിയും തൊഴുത്തിൽ കുത്തും അടുത്താണ് നേതാക്കൾ കോൺഗ്രസ് വിടുന്നതെന്നും പ്രതികരണം. ബി.ജെ.പി തന്നെ സ്വാഗതം ചെയ്തെന്നും ക്ഷണം നിരസിച്ചെന്നും മുൻ ദേവികുളം എം.എൽ.എ. എസ്. രാജേന്ദ്രൻ. സി.പി.എം നേതൃത്വം സസ്പെൻഷൻ പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും രാജേന്ദ്രൻ. പെരുന്നലയിലെത്തി ജി. സുകുമാരൻ നായരെ കണ്ട് തുഷാർ വെള്ളാപ്പള്ളി. ചാലക്കുടിയിലെ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി 2 ദിവസത്തിനുള്ളിലെന്ന് പ്രതികരണം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ച് കേന്ദ്ര സർക്കാർ. കുറച്ചത് 100 രൂപ. തെലുഗുദേശം പാർട്ടി എൻ.ഡി.എയിലേക്ക്. എൻ. ചന്ദ്രബാബു നായിഡുവും ജനസേന അധ്യക്ഷൻ പവൻ കല്യാണും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായും കൂടിക്കാഴ്ച. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിൽ ഇന്ത്യ പിടിമുറുക്കുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും സെഞ്ചുറി. ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ തിളങ്ങി മലയാളി താരം ദേവ്ദത്ത് പടിക്കലും. കൂടുതൽ വാർത്തകൾക്കായി etvbharat.com സന്ദർശിക്കുക.